പാലക്കാട് പണം ഒഴുക്കി എന്നുള്ളത് മാത്രമല്ല, മണലൂരിൽ കിറ്റ് വിതരണം ചെയ്ത പ്രശ്നമുണ്ട്. നേമത്ത് വ്യാപകമായിട്ട് മദ്യം വിതരണം ചെയ്തു എന്ന് പരാതി കൊടുത്തിരിക്കുന്നത് അവിടുത്തെ CPM-ൻ്റെ സ്ഥാനാർത്ഥിയായിട്ടുള്ള ശിവൻകുട്ടി തന്നെയാണ്. അപ്പോൾ നേമത്ത് മദ്യം, മണലൂരിൽ കിറ്റ്, പാലക്കാട് പണം, ഇത്രയും പണവും സാരി, ഇത്രയാണ് പുറത്തേക്ക് വന്നിരിക്കുന്നത്. BJP-ക്കാർ എനിക്ക് തോന്നുന്നത് ഉത്തരേന്ത്യയിലൊക്കെ അവർ സ്വീകരിക്കുന്നു, ഉത്തരേന്ത്യയിൽ ഏതാണ്ട് എല്ലാ രാഷ്ട്രീയ പാർട്ടികളും സ്വീകരിക്കുന്ന രീതിയാണ്. പക്ഷേ കേരളത്തിൽ ഇപ്പോൾ അജിൻ സ്വർണ്ണാരി, പാലക്കാട് പ്രത്യേകിച്ചും ഇങ്ങനെ അത്രയും ദരിദ്രമായ പ്രദേശങ്ങളുണ്ട്. പണം കൊടുത്ത് വോട്ട് വാങ്ങിക്കാം എന്ന് വിചാരിക്കുന്ന സ്ഥലങ്ങളുണ്ട്. അത്തരം ആളുകൾ ഒരു പക്ഷേ അതിനനുസരിച്ച് പണം കിട്ടിയ ആളുകൾ വോട്ട് മേടിച്ചേക്കാം. പക്ഷേ മൊത്തത്തിൽ അത് സമൂഹത്തിലുണ്ടാക്കുന്ന ഇമ്പാക്റ്റ് എന്താണെന്ന് BJP ആലോചിക്കുന്നില്ലെന്ന് തോന്നുന്നു. ഒന്നാമത് വോട്ടർമാരെ അപമാനിക്കലാണല്ലോ അത്. ചില്ലറ പൈസ എന്തെങ്കിലും കൊടുത്താൽ അവരെ വോട്ട് മേടിക്കാൻ സാധിക്കുമെന്ന് വിചാരിക്കുന്നത് കേരളത്തിലെ പ്രബുദ്ധരായ വോട്ടർമാരെ അപമാനിക്കുന്നത് തുല്യമാണ്. അപ്പോൾ അത് പാലക്കാട് ഇപ്പോൾ 10 ആൾക്ക് പൈസ കൊടുത്തു, അല്ലെങ്കിൽ 100 ആൾക്ക് പൈസ കൊടുത്തു, ഇല്ല ഒരു ബൂത്തിൽ ഇത്ര ആൾ വെച്ച് പൈസ കൊടുത്ത് വോട്ട് മേടിക്കുന്നു എന്ന് പറയുമ്പോൾ അത് പുറത്തേക്ക് വരുന്നത് അതുണ്ടാക്കുന്ന രാഷ്ട്രീയമായിട്ടുള്ള അതിൻ്റെ ഇമ്പാക്റ്റ് എന്താണെന്നുള്ള പ്രധാനമാണ്. രണ്ടാമത്തത്, ഇന്ന് ഈ സംഭവം വെളിപ്പെട്ടതോടുകൂടി ശോഭാ സുരേന്ദ്രൻ്റെ പരാജയം ഉറപ്പിച്ചു കഴിഞ്ഞു. നേരത്തെ തന്നെ ഞാൻ പലവട്ടം പറഞ്ഞാണ്, പാലക്കാട് BJP ജയിക്കാൻ പോകുന്നില്ല, അത് വേറെ കാര്യം. ഇനി അഥവാ വിജയിക്കാൻ പോകുന്നുണ്ടെങ്കിൽ ഈ സംഭവത്തോടു കൂടി വോട്ടർമാരുടെ ഇത് മാറി, അവരുടെ മനോനില മാറി. കാരണം ഇവരെ വിജയിപ്പിച്ചിട്ട് കാര്യമില്ല. കാരണം ഇത് ഒന്ന് അയോഗ്യത കൽപ്പിക്കപ്പെടും. അവരുടെ വിജയിക്കുന്നു എന്നുള്ളത് MLA സ്ഥാനം പോകുന്നുള്ള മാത്രമല്ല, പിന്നീട് മത്സരിക്കാനുള്ള അടുത്തൊരു തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാനുള്ള യോഗ്യത പോലും നഷ്ടപ്പെടും. അത്രയും സ്ട്രിഞ്ചൻ്റാണ് നമ്മുടെ ഇലക്ഷൻ ലോസ് എന്ന് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ ശോഭാ സുരേന്ദ്രൻ വോട്ട് ചെയ്തിട്ട് കാര്യമില്ല. ശോഭാ സുരേന്ദ്രൻ വോട്ട് ചെയ്യാൻ വിചാരിച്ച, ശോഭാ സുരേന്ദ്രൻ MLA ആകണം എന്ന് വിചാരിച്ച് അങ്ങനെ മാനസികമായി തയ്യാറെടുത്ത വോട്ടർമാരോട് UDF-ന് ഇപ്പോൾ പറയാൻ പറ്റും, അല്ലെങ്കിൽ അവരുടെ എതിർ സ്ഥാനാർത്ഥിക്ക് പറയാൻ പറ്റും, ചുമ്മാ വോട്ട് കളയണ്ട, അവർക്ക് വോട്ട് ചെയ്താലും അവർ MLA സ്ഥാനത്ത് ഇരിക്കാൻ പോകുന്നില്ല എന്ന ഒരു ക്യാമ്പയിൻ, സമയമുണ്ടല്ലോ, 10-8 മണിക്കൂർ ഇനിയുണ്ടല്ലോ, ആ ഒരു ക്യാമ്പയിൻ നടത്താൻ പറ്റും. ആ നിലക്ക് ശോഭാ സുരേന്ദ്രൻ പരാജയപ്പെട്ട് കഴിഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ് അതിൻ്റെ സംഗതി. പിന്നെ അതിൽ അവിടുത്തെ കോൺഗ്രസ് പ്രവർത്തകർ കാണിച്ചിട്ടുള്ള ജാഗ്രത, സാധാരണ ഇത്തരം കാര്യങ്ങളിൽ കോൺഗ്രസ് പ്രവർത്തകർ അങ്ങനെ ഇറങ്ങിക്കളിക്കുന്നത് കാണാറില്ല. അവർ കാണിച്ചിട്ടുള്ള ജാഗ്രത, അതേക്കാൾ കൂടുതൽ പ്രധാനം മാധ്യമപ്രവർത്തകർ അവർ ഗ്രില്ല് ചെയ്ത രീതി. ഞാനതേക്കുറിച്ച് പറയാം. കേരളത്തിലെ മാധ്യമപ്രവർത്തകർക്കെല്ലാം, പാലക്കാട്ടെ മാധ്യമപ്രവർത്തകരിൽ മാതൃകയുണ്ട്. പ്രത്യേകിച്ച് മണഗുണാന്യന്മാരായിരിക്കുന്ന രാജാവിന് മുമ്പിൽ ഇങ്ങനെ ഓച്ചാനിച്ച് നിൽക്കുന്ന നമ്മുടെ തലസ്ഥാനത്തെ മാധ്യമപ്രവർത്തകർ എങ്ങനെയാണ് ചോദ്യങ്ങൾ ചോദിക്കേണ്ടത്, രാഷ്ട്രീയ നേതാക്കന്മാരോട്, ഉത്തരവാദപ്പെട്ട സ്ഥാനത്തിരിക്കുന്ന ആളുകളോട് എങ്ങനെയാണ് ചോദ്യങ്ങൾ ചോദിക്കേണ്ടത് എന്നതിനെക്കുറിച്ച് അവർ പാലക്കാട്ടെ മാധ്യമപ്രവർത്തകരിൽ നിന്ന് പഠിക്കണമെന്ന് കൂടെ ഞാൻ പറയും.